പ്രിയ അബിയുമാരെ, നമ്മുടെ ഉംറ സംഘം ഇപ്പോൾ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ പരിസരത്തുള്ള ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഗമാമ എന്നാണ്. മസ്ജിദുൽ ഗമാമ, മസ്ജിദുൽ മുസല്ല എന്നൊക്കെ ഈ പള്ളിക്ക് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിൽ മഴ ലഭിക്കാതെ സ്വഹാബത്ത് പ്രയാസപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയെ തേടിയുള്ള നിസ്കാരമാകുന്ന സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ചത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു. അങ്ങനെ ഈ പള്ളിയുടെ മുകളിൽ കാർമേഘം വട്ടമിട്ടു, മദീനയിൽ മഴ പെയ്തു. അങ്ങനെയാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ഗമാമ എന്ന് പേര് കിട്ടാൻ കാരണം. അതുപോലെ തന്നെ ഇവിടെ വെച്ച് തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വലാത്തുൽ ഇസ്തിസ്ഖാ, അതുപോലെ തന്നെ മസ്ജിദുൽ മുസല്ല എന്നൊക്കെ അറിയപ്പെടുന്ന പള്ളിയാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. അങ്ങ് ദൂരെ നമ്മളിപ്പോൾ കാണുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലമാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് മദീന പള്ളിയുടെ ഓരത്തായിട്ട് മസ്ജിദുൽ ഗമാമയുടെ അരികിൽ ആ പള്ളി കാണുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. അവിടെ ഇന്ന് മസ്ജിദു അബീബക്കറിന് സിദ്ദീഖ് എന്ന പേരിൽ ഒരു പള്ളി സ്ഥാപിച്ചതായി കാണാൻ സാധിക്കും. നമ്മൾ ഈ കണ്ട മസ്ജിദുൽ ഗമാമയുടെ തൊട്ട് പുറകിലായിട്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലം. ഇനി അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. അങ്ങ് ദൂരെ കാണുന്ന ആ വെള്ളപ്പള്ളി, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹയുടെയും വീട് നിലനിന്നിരുന്ന സ്ഥലത്താണ് ആ വെള്ളപ്പള്ളി കാണുന്നത്. തൊട്ട് ചാരത്തായി മസ്ജിദുൻ നബവി നമുക്ക് കാണാൻ സാധിക്കും.